ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള എക്സ്പെക്ടേഷൻസും ഒപ്പം തന്നെ വ്യൂസും പങ്കുവെക്കുവാനുമായിട്ട് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, കഴിഞ്ഞ ദിവസം നമുക്ക് യു എസ് സൂചികളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു പ്രധാനമായിട്ടും ഇൻഡെക്സുകളിലൊക്കെ ഒരു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരുന്നത്. നാസ്ഡാക്ക് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വീക്കെൻഡിലേക്ക് എത്തുമ്പോഴേക്കും കൂടുതലായിട്ടും ഒരു ഫ്ലാറ്റ് ലോ ടോണിലാണ് പ്രധാനപ്പെട്ട അമേരിക്കൻ സൂചികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡൗ ജോൺസിനെ സംബന്ധിച്ചിട്ട് 0.37% നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ S&P 500 വളരെ ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്ക് ഏകദേശം 0.5% ഒരു നേട്ടവും നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ സൂചികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 1.5 മാസമായിട്ട് നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഒരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഡൗ ജോൺസ് ഇൻഡെക്സ് അതിന്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 45,000 പോയിന്റിന്റെ അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 44,800 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കാൻ പോകുന്നുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 44,000 പോയിന്റിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ്. ബിക്കോസ് നാസ്ഡാക്ക് ഇൻഡെക്സ് കഴിഞ്ഞ ആഴ്ച അവസാനത്തെ 3 ട്രേഡിംഗ് സെഷൻസിലും നല്ല ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു നമുക്ക് തന്നത്. അതിനെ തുടർന്ന് പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിൽ ക്ലോസ് ചെയ്തിട്ടുമുണ്ട്. So maintain the long positions in the Nasdaq, but current levels പുതിയ long positions advise ചെയ്യുന്നില്ല. യെസ്, അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വരികയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇന്നിപ്പോൾ ബ്രെൻറ്റിലാണെങ്കിലും ശരി, WT ക്രൂഡിലാണെങ്കിലും ശരി, വെള്ളിയാഴ്ച നോക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ളൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. അവിടെ നിന്ന് ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് ടോണിലേക്ക് എത്താനായിട്ട് ഇൻഡെക്സുകൾക്ക് ക്രൂഡിന് സാധിച്ചിട്ടുണ്ട്. നിലവിൽ ബ്രെൻറ്റ് 0.4% നേട്ടം നിലനിർത്തുന്നുണ്ട്. ഒപ്പം തന്നെ WT ക്രൂഡ് ആണെങ്കിലും ഒരു പോസിറ്റീവ് ടോണാണ് നിലനിർത്തിയിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡിന്റെ കേസിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് ക്രൂഡിന്റെ കേസിൽ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $70 ലെവലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ WTI ക്രൂഡ് $74 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഈ ആഴ്ച ആ ലെവലിൽ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ട് കാണാൻ സാധിക്കുന്നത്. ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിലും ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് ടോൺ നിലനിർത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു 0.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് ട്രോയ് ഔൺസിന് 2,898.4 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് മുന്നോട്ടേക്ക് പോക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ ക്രൂഡിന് സമാനമായിട്ടൊരു ഇടിവ് ഗോൾഡിന്റെ വിപണിയിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്ന് വീണ്ടും ഒരു തിരിച്ചു വരുന്ന ഒരു സ്ഥിതിയാണ് ഗോൾഡിലും കാണുന്നത്. ഗോൾഡിൽ ഇനിയും മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് സ്വർണത്തിന്റെ കേസിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, ഡിസംബർ മാസത്തില് $2,600 ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം സ്വർണത്തിന്റെ കേസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ല. സോ ഏത് നിമിഷവും സ്വർണത്തിന്റെ കേസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആരംഭിക്കാനുള്ള സാധ്യത വളരെ ഹൈ ആയിട്ട് കാണുന്നത്. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,875 സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ്, അപ്പോൾ തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണ്. ആഭ്യന്തര വിപണിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു കറക്റ്റീവ് മോഡിൽ തന്നെയായിരുന്നു ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരുന്നത്. തുടർച്ചയായിട്ടുള്ള ഒരു 8ാമത്തെ ദിവസത്തിലാണ് ഇടിവിൽ അവസാനിക്കുന്ന ആഭ്യന്തര വിപണിയെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത്. 22,929.25 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡേ ഹൈ എന്ന് പറയുന്നത് 23,133.7 ഡേ ലോ 22,774 എന്നൊരു നിലയുമാണ്. തുടർച്ചയായിട്ടുള്ള ഒരു കറക്റ്റീവ് മോഡ് നിൽക്കുന്ന ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി 50യുടെ കേസിൽ എനിക്ക് 22,700 പോയിന്റിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ആഴ്ച നമ്മൾ ആ ഒരു സപ്പോർട്ട് ലെവലായിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്.
ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു നല്ല റിക്കവറി കാണാൻ സാധിക്കും. രണ്ട് മേജർ റെസിസ്റ്റൻസ് ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ആദ്യത്തെ 23,900, അതിനുശേഷം 24,300 പോയിന്റ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും സമാനമായിട്ടുള്ള ഇടിവ് തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ട്രേഡിങ്ങിന്റെ അവസാന മിനിറ്റുകളിലേക്ക് കടന്നപ്പോഴേക്കും നേരിയ തോതിലുള്ളൊരു ബൈ നമുക്ക് കടന്നു വന്നതായിട്ട് കാണാം. ഏകദേശം ഒരു 2 മണി മുതൽ ഒരു 3 മണി വരെയുള്ള സമയത്താണ് വളരെ ശക്തമായിട്ടൊരു ബൈയും കടന്നു വന്നിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 0.5% അധികം ഇടിവിൽ 49,099.45 എന്നൊരു നിലയിലാണ്. നിഫ്റ്റി ബാങ്കിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? Nifty Bank Index in the case, undertone again continues to be bearish. So, ഇന്നത്തെ ട്രേഡിൽ എനിക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 50,800, അതിനുശേഷം 51,300 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. നമുക്ക് പബ്ലിക് സെക്ടർ സ്റ്റോക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് മുതലായ ഒരു PSU ബാങ്കിലും നമുക്ക് ഒരു ബോട്ടം വന്നു കഴിഞ്ഞു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ PSU ബാങ്ക് സ്റ്റോക്സിൽ നമുക്കൊരു ബോട്ടം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു ബൈയിങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് കൂടി എത്തുകയാണ്. അതിൽ ആദ്യമായിട്ട് ടാറ്റ കൺസ്യൂമറിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ടാറ്റ കൺസ്യൂമർ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് നേരിയൊരു ഇടിവിലായിരുന്നു. ഏകദേശം ഒരു ഫ്ലാറ്റ് സ്റ്റോൺ നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ടാറ്റ കൺസ്യൂമറിന് സാധിച്ചിട്ടുണ്ട്. 1022.55 എന്ന നിലയിൽ. ടാറ്റ കൺസ്യൂമറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ കൺസ്യൂമറിന്റെ കേസിൽ കഴിഞ്ഞ 4-5 ആഴ്ചകൾക്കിടെ നമുക്ക് നല്ലൊരു റിക്കവറിയാ കാണാൻ സാധിച്ചിരിക്കുന്നത്. ആ ഒരു റിക്കവറിയെ തുടർന്ന് ഒരു നല്ല ലോ റിസ്ക് ബുള്ളിഷ് അസറ്റ് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1042 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1082 ആയിരിക്കും. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കും. ഇതിന്റെ ഒരു മേജർ ടാർഗറ്റ് ഞാൻ കാണുന്നത് 1140 രൂപയിലാണ്. ഒപ്പം തന്നെ ബജാജ് ഓട്ടോയിലുള്ള ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ബജാജ് ഓട്ടോയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം 2% മുകളിലൊരു ഇടിവിൽ 8506.5 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞൊരു 2024 ഒക്ടോബറിന് ശേഷം തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തുകയും പിന്നീട് ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ മോഡിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ഓഹരി കൂടിയാണ് ബജാജ് ഓട്ടോ. ബജാജ് ഓട്ടോയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബജാജ് ഓട്ടോയുടെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ തിരിച്ചൊരു ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ആഴ്ചത്തെ വ്യാപാരത്തിൽ 8,800 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. കൈവച്ച് ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. പക്ഷെ നമ്മൾ 2,285 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒപ്പം തന്നെ ബാങ്കിങ് സ്പേസിൽ നിന്നുള്ള ഇൻഡസിൻഡ് ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇൻഡസിൻഡ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം 2.18% ഇടിവിൽ 1024.4 എന്നൊരു നിലയിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം ജനുവരി മുതലുള്ള കണക്കുകൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫെബ്രുവരി 7-ാം തീയതി വരെ തുടർച്ചയായിട്ടൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഏകദേശം വിപണിയിലുണ്ടായ വലിയൊരു കറക്ഷൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ ഒരു ഓഹരിയിലും കണ്ടു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇൻഡസിൻഡ് ബാങ്ക് ഓഹരികൾ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇൻഡസിൻഡ് ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് വളരെ മോശമായിരുന്നു. 39% ഡിക്ലൈൻ ആയിരുന്നു കാഴ്ചവെച്ചത്. എങ്കിൽ പോലും കഴിഞ്ഞ ഒരു മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും അതുപോലെ തന്നെ നിഫ്റ്റി 50 ഇൻഡെക്സിനെയും ഔട്ട് പെർഫോമൻസ് നൽകിക്കൊണ്ട ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1062 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1095, അതിനുശേഷം 1130, 1170 ആയിരിക്കും. ആൻഡ് തീർച്ചയായിട്ടും ഈ ആഴ്ച നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമ്മളൊരു റിക്കവറി കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡസിൻഡ് ബാങ്കിലെ ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
യെസ്, മറ്റു ചില ക്വറീസിലേക്ക് കൂടി കടക്കുകയാണ്. അതിൽ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സുസ്ലോണുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ്. സുസ്ലോണെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ട് ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ഓഹരി കൂടിയായിരുന്നു സുസ്ലോൺ ഓഹരികൾ എന്ന് പറയുന്നത്. സുസ്ലോണിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സുസ്ലോണിന്റെ കേസിൽ ഒത്തിരി വോളറ്റിലിറ്റി കഴിഞ്ഞ 2 മാസത്തിനിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന 2 മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 61 അതിനുശേഷം 66 രൂപയായിരിക്കും. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ കാണാൻ പോകുന്നുള്ളൂ. അടുത്തതായിട്ട് സുന്ദരം ക്ലൈറ്റൺ ലിമിറ്റഡ് എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. NSE രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൺക്ലേ എന്ന പേരിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 5.44% ഒരു നേട്ടം നൽകിക്കൊണ്ട് ട്രേഡിംഗ് അവസാനിപ്പിച്ച ഓഹരി കൂടിയാണ്. ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരിയാണ് ഇത്. സുന്ദരം ക്ലൈറ്റണിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സുന്ദരം ക്ലൈറ്റണില് നിഫ്റ്റി 50 അപേക്ഷിച്ച് നമുക്കൊരു ഔട്ട് പെർഫോമൻസ് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിന് ശേഷം കാണാൻ സാധിക്കുന്നത്. അണ്ടർടോൺ ലോങ് ടേം ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറിയെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡും ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 2600 അതിനുശേഷം 2900. 2900ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. പെന്നാർ ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 4% മുകളിലുള്ളൊരു ഇടിവിലായിരുന്നു ഈ ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെന്നാർ ഇൻഡസ്ട്രീസിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? പെന്നാർ ഇൻഡസ്ട്രീസ് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള ഒരു കാര്യം ആദ്യം തന്നെ ഷെയർ ചെയ്യാവുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിൽ നമുക്ക് ഡിസംബറിന്റെ ആരംഭം മുതൽ തന്നെ വലിയൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ ആഴ്ച ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ആദ്യത്തെ 150, 160, 170. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 135 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്ത്യൻ ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കഴിഞ്ഞ ദിവസം 2% മുകളിലായിരുന്നു ഇന്ത്യൻ ബാങ്കിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 508.45 എന്ന നിലയിൽ. ഇന്ത്യൻ ബാങ്കിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ പ്രധാനപ്പെട്ട ഒരു വ്യൂ എന്താണ്? നമ്മൾ നിഫ്റ്റി ബാങ്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഐ ഹാഡ് സെഡ് ദാറ്റ് പബ്ലിക് സെക്ടർ ബാങ്കിങ് സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു PSU ബാങ്കിങ് സ്റ്റോക്കിൽ പോലും നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഇന്ത്യൻ ബാങ്കിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ജൂൺ മാസത്തിന് ശേഷം ഒരു ബ്രോഡ് സൈഡ് വേസ് പാറ്റേൺ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 470 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 580 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സീമെൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സീമെൻസ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 2.4% ഇടിവ് രേഖപ്പെടുത്തി 4982.95 എന്നൊരു നിലയിലാണ്. സീമെൻസ് ഓഹരികളിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സീമെൻസിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഷോർട്ട് കവറിംഗ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ 5600 അതിനുശേഷം 6000 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് അറ്റ് ദ മൊമെന്റ് അവോയ്ഡ് ചെയ്യുക. AU ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? AU ബാങ്കിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ പ്രധാനപ്പെട്ട എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? AU ബാങ്കിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 560 അതിനുശേഷം 580 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. ബജാജ് ഹെൽത്ത് കെയറിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം 5.36% ഇടിവിൽ 593.95 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബജാജ് ഹെൽത്ത് കെയറിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബജാജ് ഹെൽത്തിന്റെ കേസിൽ നവംബർ മാസത്തിന് ശേഷം നിഫ്റ്റി അപേക്ഷിച്ച് നമുക്കൊരു ഔട്ട് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്.
അതിനെ തുടർന്ന് നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 558 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 720 രൂപ. അതിനോടൊപ്പം തന്നെ കല്യാൺ ജ്വല്ലേഴ്സുള്ള ഒരു വ്യൂ എന്താണ്? കല്യാൺ ജ്വല്ലേഴ്സ് കഴിഞ്ഞ ദിവസവും ഏകദേശം 8% ഇടിഞ്ഞ് 484.45 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഡേ ലോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത 480.15 വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിൽ ഉള്ള താങ്കളൊരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? കല്യാൺ ജ്വല്ലേഴ്സിന്റെ കേസിൽ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ നമുക്ക് ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുമുണ്ട്. ബട്ട് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചിരുന്നു. അത് നമുക്ക് ഒരിക്കലും ഒരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ബൈങ് അവസരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽസ് ആദ്യത്തെ 460, അതിനുശേഷം 418. 418ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കുമെങ്കിൽ വളരെ മേജർ റെസിസ്റ്റൻസ് 622 രൂപയെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കോൾ ഇന്ത്യ കഴിഞ്ഞ ദിവസം 2.41% ഇടിവിൽ 352.95 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോൾ ഇന്ത്യ ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കോൾ ഇന്ത്യയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് സ്റ്റോക്കിൽ ഒരു ബോട്ടം കണ്ടു എന്നും സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് 405 രൂപ. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ടാറ്റ സ്റ്റീലിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഒപ്പം തന്നെ സ്റ്റീൽ കമ്പനികളിൽ അല്ലെങ്കിൽ സ്റ്റീൽ ഓഹരികളിൽ താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ കൂടി ഷെയർ ചെയ്യാമോ? ടാറ്റ സ്റ്റീലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ ഒത്തിരി ഷോർട്ട് കവറിംഗ് നടന്നിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിൽ ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 140 രൂപ ടെസ്റ്റ് ചെയ്തിരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 140, 150 ഈ റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ശ്രദ്ധിച്ചിരിക്കണം. സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. കാസ്ട്രോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കാസ്ട്രോൾ ഇന്ത്യയിൽ ഇനി ലോങ് ടേമിലേക്കുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? കാസ്ട്രോൾ ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഫെബ്രുവരി മാസത്തിൽ മുഴുവൻ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 187 രൂപയുടെ സപ്പോർട്ട് ലെവൽ. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോ റിസ്ക് ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. ഒപ്പം തന്നെ ടാറ്റ കെമിക്കൽസിലുള്ള ഒരു വ്യൂ കൂടി എന്താണ്? ടാറ്റ കെമിക്കൽസ് കഴിഞ്ഞ ദിവസം 2.43% ഇടിവിൽ 847.15 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ കെമിക്കൽസ് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ കെമിക്കൽസിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിലെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ബോട്ടം കണ്ടു എന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 820 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 900, 920 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. കിറ്റെക്സ് ഗാർമെന്റ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കിറ്റെക്സ് ഗാർമെന്റ്സ് കഴിഞ്ഞ ദിവസം 2% നേട്ടം നിലനിർത്തിക്കൊണ്ട് 211 രൂപ എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. കിറ്റെക്സ് ഗാർമെന്റ്സിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കിറ്റെക്സിന്റെ കേസിൽ അറ്റ് മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് 178 രൂപയ്ക്ക് അടുത്തൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അത്
ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുമോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 178 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. CDSL ഉള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? CDSL കഴിഞ്ഞ ദിവസം 1.98% ഇടിവിൽ 1202.75 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. CDSL ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? CDSLന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1158 രൂപയിലായിരിക്കണം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. IRFCയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? IRFCയുടെ ഓഹരികൾ കഴിഞ്ഞ ദിവസം 3.5% മുകളിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 121.65 എന്ന നിലയിൽ. IRFC ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി IRFCയുടെ കേസിലും നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 117 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ആദ്യത്തെ 130, അതിനുശേഷം 140, 150 ആയിരിക്കും. അടുത്തതായിട്ട് മറ്റൊരു പ്രേക്ഷകൻ JSW എനർജിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 6% മുകളിൽ ഇടിവിലായിരുന്നു JSW എനർജിയുടെ ഓഹരികൾ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 436.7 എന്ന നിലയിൽ. JSW എനർജിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി JSWന്റെ കേസിലും നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 490, 510, 530. അടുത്തതായി ഒസൈജി ടെക്സ്പാക് ലിമിറ്റഡ് എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. BSEയിൽ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്മോൾ ക്യാപ്പ് ഓഹരി കൂടിയാണിത്. ഒസൈജി ടെക്സ്പാബിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ഒരു സ്റ്റോക്കും അല്ല സൂചിപ്പിച്ചതുപോലെ ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതൊരു വളരെ സ്മോൾ ക്യാപ് സ്റ്റോക്കാന്നുള്ള ഒരു കാര്യം മറക്കരുത്. ഈ സ്റ്റോക്കിലെ കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ഈ സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് ഔട്ടും അതിനെ തുടർന്ന് 4 കൺസിക്യൂട്ടീവ് ഡേയ്സിൽ ഇത് അപ്പർ സർക്യൂട്ടിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിച്ചു. എന്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റോക്കിൽ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ദ ലോങ് പൊസിഷൻ, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് ഈ സ്റ്റോക്കിൽ അവോയ്ഡ് ചെയ്യുക. കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ് ലിമിറ്റഡ് അഥവാ ക്യാംസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 0.5% മുകളിലൊരു ഇടിവിലായിരുന്നു ഈ ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്യാംസിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്യാംസിന്റെ കേസിൽ അഗെയിൻ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നമുക്ക് ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 3250 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 3600, 3700, 3800 റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. യെസ്, താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന്. ഏതായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ ഒപ്പീനിയനും ഒപ്പം തന്നെ പ്രീമിയം ഷോസും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് മൈഫിൻ TVയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയനും ഒപ്പം തന്നെ സെബി രജിസ്റ്റർഡ് അനലിസ്റ്റിൻ്റെ സജഷനും അടക്കം നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പേർട്സ് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.